ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിൽ ഒരുപാട് പേര് ഈ വീഡിയോസ് കണ്ടു. നിങ്ങളുടെ കടങ്ങളെല്ലാം വീടാം. അതായത് 7 കുരുമുളക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കടം വീടുകയും പൊടിയപ്പ് എടുത്ത് അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണം പെരുകുക എന്നൊക്കെ വാദിക്കുന്ന റീൽസ് നമ്മൾ കണ്ടുകയാണ്. ഒരുപാട് പേര് ട്രോളുന്നതായിരിക്കും മിക്കവാറും നമ്മൾ കണ്ടുകയാണ്. അതൊക്കെ ട്രോളുന്ന നമ്മൾ മലയാളികൾ എന്തുകൊണ്ട് ഇത് ട്രോളുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഒരാൾ വെറും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോളെ എന്തിനാ? അതായത് നമ്മൾ ഇത് ട്രോളാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മതഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിലോ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സയൻസ് അംഗീകരിക്കാത്ത കാര്യമായതുകൊണ്ട് ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മളത് അംഗീകരിക്കാത്തത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും ഭീകരമാണ് ഇതിന്റെ അവസ്ഥ. കാരണം ഇവിടെ നമുക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടിയപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ആ ടെക്നിക്ക് പറഞ്ഞുതരാൻ അവർ കാശും വാങ്ങിക്കുന്നില്ല. പക്ഷെ ഇതിൽ കാശ് വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്യൂഡോ സയൻസ് വാങ്ങിയെടുക്കുന്നത് എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷന് ബിഹൈൻഡ് ഒരു സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി ഉണ്ട് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ആ സൈക്കോളജി എന്താണെന്ന്, സയൻസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രൊഫൈൽ ബയോയിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പറയുന്ന അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഒരു കാര്യവും സയന്റിഫിക്കലി എവിഡന്റ് അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് സയന്റിഫിക്കലി എവിഡൻസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസ് ഒന്ന് യൂണിവേഴ്സിനോട് അയച്ചു തരാം, അല്ലെങ്കിൽ സയന്റിഫിക് എവിഡൻസ് ഉണ്ടാക്കി അയച്ചു തരാനൊന്ന് പറയണം. കാരണം നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥ വിശ്വാസമുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. അത്രയും കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചാലും മതി. കോച്ചായിരിക്കുമ്പോൾ അത്രയും വർഷങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പോൾ മിക്കവാറും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മലയാളികളായ നമ്മൾ, അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് 96% മുകളിലൊക്കെ ഉള്ള നമ്മൾ, കോമ്പറ്റൻസ് ഉള്ള, ലോജിക്കുള്ള, സയൻസ് അറിയുന്ന നമ്മൾ, ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള നമ്മൾ ഇതുപോലുള്ള സ്യൂഡോ സയൻസിൽ കാശ് കൊടുത്തിട്ട് കയറുക എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ ഇതിൽ ശരിക്കും സംഭവിക്കുന്ന ആൾക്കാരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ആളുകൾ എന്തുകൊണ്ട് അതിൽ പോയി ചേരുന്നു, അല്ലെങ്കിൽ അതിൽ ആഗ്രഹം നടക്കാത്തവർ എന്തുകൊണ്ട് കേസ് ഫോർവേഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൈക്കോളജി ബിഹൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആരും ഒന്നും അഡ്രസ് ചെയ്യപ്പെടാത്തത്. സൈക്കോളജി വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും